പിടിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ മരുന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഷൂട്ടപ്പ് ചെയ്യും. അതാണ് അതിൻ്റെ ഇത്. ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ അങ്ങനെയല്ല. ഇപ്പം PCOSന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ PCOS പേഷ്യന്റ് 2 ടൈപ്പ് PCOS ഉണ്ട്. നോർമൽ വെയിറ്റ് ഉള്ളവരും ഉണ്ട്, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവരും ഉണ്ട്. ഈ 2 ഗ്രൂപ്പിനും ബോഡിയിൽ ഫാറ്റ് കൂടുതലായിരിക്കും. അത് എല്ലാവരുടെയും കാണുന്ന ഒരു പ്രത്യേകതയാണ്. വെയിറ്റ് അണ്ടർ വെയിറ്റ് ആണേലും, നോർമൽ വെയിറ്റ് ആണേലും, ഓവർ വെയിറ്റ് ആണേലും രോഗമുണ്ടോ അവരുടെ മേത്ത് മിക്കവാറും ഫാറ്റ് ലെവൽ കൂടുതലായിരിക്കും. ജനറലി എക്സെപ്ഷൻസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ജനറലി കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ആ ആ കാര്യം നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു കോമ്പോസിഷൻ ഉണ്ട്. അതിലേക്ക് വ്യത്യാസം വന്നു കഴിയുമ്പോൾ നമ്മൾ രോഗത്തിലേക്ക് മാറും. അതിലും ഫാറ്റ്, അതായത് നമ്മുടെ കൊഴുപ്പെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അളവ് മാത്രമല്ല, അതിൻ്റെ നേച്ചർ അല്ലേ, അതിൽ നമ്മൾ പറയില്ല ഒമേഗ 3യും 6ഉം 9ഉം സാച്ചുറേറ്റഡ് ഫാറ്റും ഒക്കെ. അതിൻ്റെ ഈ ഒമേഗ 3യും 6ഉം ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ PCOS ആണെങ്കിലും ഇതിൽ ഒക്കെ വരുന്നത് ഫൈനലി വരുമ്പോൾ ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലാണ്, തൈറോയ്ഡൊക്കെ ആണെങ്കിലും വരുന്നത്. അപ്പം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന ഈ ഒമേഗ 3യും 6ൻ്റെയും പ്രൊപ്പോർഷനും മൊത്തത്തിലെ ബോഡിയിലെ ഫാറ്റിൻ്റെ പ്രൊപ്പോർഷനും മൊത്തത്തിലെ ടോക്സിൻ്റെ അളവുകളും എല്ലാം വ്യത്യാസം വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ PCOSൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ജനറലി നമ്മൾ പീരിയഡ്സ് റെഗുലറൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അതിന് മെഡിസിൻ കൊടുക്കും. പക്ഷേ യൂഷ്വലി നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനും കൂടെ ഒപ്പം ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസം ആകുമ്പോഴേക്കും പീരീഡ് കറക്റ്റായിട്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസപ്പെടുത്തി അല്ലെ മരുന്നിൻ്റെ ഡോസ് കുറച്ചുകൊണ്ട് വന്ന് അത് നമ്മൾ ഇല്ലാതെ തന്നെ അപ്പോഴേക്കും ചിലപ്പോൾ 3 മാസം കൊണ്ട് യൂഷ്വലി ഒരു 10-15 കിലോ ഓരോരുത്തരുടെയും തുടക്കം 20% ആണ് നമ്മൾ എയിം ചെയ്യുന്ന വെയിറ്റ് റിഡക്ഷനാണ്. 20% വെയിറ്റ് റിഡക്ഷൻ വന്നു കഴിയുമ്പോഴേക്കും ഇതെല്ലാം കറക്റ്റായിട്ടുണ്ടാവും. പിന്നെ പേഷ്യൻ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബേസിക് ഒരു എക്സസൈസ് പാറ്റേൺ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന എക്സസൈസ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ വെയിറ്റ് തിരിച്ചു വരാതെ നോക്കണം. നമുക്ക് പറ്റാത്ത ഇപ്പോൾ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൽ പലർക്കും പല ഫുഡും പറ്റാത്തതുണ്ടാവും. അപ്പം നമ്മൾ പറ്റുന്നില്ല, അതായത് നമ്മുടെ ബോഡി അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ച് ഫുഡ് ഐറ്റംസ് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാനത് അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ കാണുന്നതാണ്. ഞാനൊരു തിയററ്റിക്കലി പറയുകയല്ല, ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ്. അതേ സമയത്ത് അവർ എല്ലാം നിർത്തിക്കളഞ്ഞ് പിന്നെ തിരിച്ച് വെയിറ്റും എല്ലാം കൂടി ലൈഫ് സ്റ്റൈലും നോക്കിയില്ല, ഫുഡും നോക്കിയില്ല, എക്സസൈസും ചെയ്തില്ല, വീണ്ടും നമ്മൾ 15 കിലോ കുറച്ചത് വീണ്ടും കുറച്ച് 20 കിലോ കൂട്ടി വരുന്ന പേഷ്യൻസും ഉണ്ട്. പക്ഷെ അവർ വളരെ കുറവാണ്. ഒരു 2-3 കിലോ ഒക്കെ കൂടാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ തിരിച്ച് ഡോക്ടറെ കൂടാൻ തുടങ്ങിയെന്ന് വരും. അപ്പോൾ സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ തന്നെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.